ആദ്യം ഒരു സെന്റിമെന്റൽ അപ്രോച്ച്, പിന്നെ അത് നടന്നില്ലെങ്കിൽ മാത്രം എന്റെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട്. എന്തെങ്കിലും ചെയ്യ, അവള് വരാതിരുന്നാ മാത്രം മതി. നീ എന്താ മീരി പറയണേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊന്നും ആർക്കും മനസ്സിലായില്ലേ? നാളെ വിവാഹത്തിന് ആതിരയെ കൊണ്ടുപോകണ്ടെന്ന് ബാക്കിയുള്ളവര് പോക, ഒന്ന് തല കാണിക്കുക, വരിക. കൂടുതൽ സഹകരണമൊന്നും വേണ്ട. അതെന്താ നിനക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു മനമാറ്റം? നീയല്ലേ ഇന്നാളെ ഒരു ദിവസം പറഞ്ഞത് ആതിര വരണം, എല്ലാ കാര്യങ്ങളും കണ്ട് ബോധ്യമാവണമെന്നൊക്കെ. ഇപ്പൊ പിന്നെ നിനക്കെന്ത് പറ്റി? അത് ഞാൻ എന്റെ കൂട്ടുകാരിയോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴാ എനിക്കിതിന്റെ ഭവിഷ്യത്ത് മനസ്സിലായത്. ചിലപ്പോ സന്ദീപ് ഈ വിവാഹത്തിന് തയ്യാറായാലും ആതിരയെ അവിടെ വെച്ച് കണ്ട അവന്റെ മനസ്സ് മാറി അവൻ അനഘയെ വേണ്ടെന്നങ്ങനും പറഞ്ഞ പിന്നെ ആതിരയുടെ കാര്യം എല്ലാവരും അറിയും. പിന്നെ കുടുംബക്കാര് തമ്മിൽ ശത്രുതയാവും. അത് മാത്രമല്ല, ആതിര അവിടെ ചെല്ലുമ്പോ അർച്ചനയെ എന്തെങ്കിലും എടുത്തുചാട്ടം നടത്താൻ സാധ്യതയുണ്ട്. ആതിരയുടെ കാര്യം നോക്കണം. അനഘയെ സന്ദീപ് വിവാഹം കഴിക്കുന്നത് ആതിര എങ്ങനെ കണ്ടു നിൽക്കും? അപ്പൊ നമ്മളായിട്ട് അവളെ അവിടെ കൊണ്ടുപോയി വിഷമിപ്പിക്കണോ? മീര, നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ അർച്ചന മോള് നമുക്ക് വാക്ക് തന്നല്ലേ, അവളെ വിശ്വസിക്കണ്ടേ നമുക്ക്? നിങ്ങൾ ഇപ്പോഴും അർച്ചനയുടെ അന്ധവിശ്വാസത്തിന്റെ വാക്കിൽ കയറി തൂങ്ങാതെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വാ. നാളെയാണ് വിവാഹം. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അർച്ചനയ്ക്ക് ഇനിയും എന്തെങ്കിലും അത്ഭുത പ്രവൃത്തി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. ഈ വിവാഹം നടക്കില്ല എന്ന് അച്ചു പറഞ്ഞാൽ അത് നടക്കില്ല. അവക്കിപ്പോ എല്ലാത്തിനുമുള്ള ചങ്കൂറ്റവും ധൈര്യമൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ അവളെ അങ്ങനെ ആക്കി എന്നതാണ് ശരി. ഒന്നും കാണാതെ അവളൊന്നും പറയില്ല. അവൾ ഈ വിവാഹം മുടക്കുമെന്ന് പറഞ്ഞെങ്കിൽ അവൾ മുടക്കും. എനിക്ക് ഉറപ്പാ അത്. ഇത് മുടക്കണമെന്ന് നിങ്ങൾ എല്ലാവരും വാശി പിടിക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാകത്തെ. സന്ദീപിന് ആതിരയെ കൊണ്ട് കെട്ടിക്കാൻ താല്പര്യമുള്ളത് ഇവിടെയുള്ളവർക്ക് മാത്രം. ഇവിടെയുള്ളവർക്കാണെങ്കിൽ കാശിന് വിലയുമില്ല. നിർത്തലി, നീ കുറെ നേരമായല്ലോ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോ നിന്റെ വീട്ടുകാരെ എനിക്ക് എന്താ തന്നത്? അവരെ കൊണ്ട് പറ്റുന്നത് തന്നു. അതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ എന്റെ പെങ്ങൾക്ക് കൊടുക്കും. എന്റെ വീട്ടിൽ നിന്ന് അധികം ഒന്നും തരാത്തതുകൊണ്ടാ ഇവിടുത്തെ എല്ലാ വിഷയത്തിലും ഞാൻ ഇങ്ങനെ പെട്ടുപോകുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയേനെ. അനൂപേ, നീ എന്തിനാ അവളോട് വഴക്കിന് നിൽക്കുന്നേ? പിന്നെ അവളുടെ സംസാരം കേട്ടില്ല അച്ഛാ. വല്ലാത്തൊരു തലവിധി തന്നെ എന്റേത്. മോനെ, അവൾ അവളുടെ വിഷമവും ആധിയും പറയുന്നു. മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഇവിടേക്ക് കയറി വന്നവളല്ലേ മീര. നമ്മുടെ സാഹചര്യവുമായി പലപ്പോഴും ഒത്തുചേരാൻ പറ്റാതെ വരും. എന്തൊക്കെയായാലും ശരി, നാളെ ആതിരയെ ഞാൻ കൊണ്ടുപോകും. അവിടെ എന്ത് നടന്നാലും ആതിര അത് കാണണം, കണ്ടു ബോധ്യമാവണം. അച്ചുവിനെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന പോലെ തന്നെ സന്ദീപിനെ ആതിരയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് അവൾ സ്വയം മനസ്സിലാക്കുന്നതാണ്. ആതിര എതിർപ്പ് പറഞ്ഞാലും അവൾക്കിപ്പോഴും സന്ദീപിനെ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം അവളിലുണ്ട്. ആ വിശ്വാസം അർച്ചന കാരണം അവൾക്കുണ്ടായതാ. ആതിരയുടെ മനസ്സ് മനസ്സിലാക്കി അച്ചു തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ. നെല്ലിശ്ശേരിക്കാർ ഈ വിവാഹം നടത്തിയാലും അച്ചു ആ വിവാഹം മുടക്കിയാലും അത് ആതിരയുടെ കൺമുന്നിൽ വെച്ച് തന്നെയായിരിക്കണം. ഞാൻ ഈ വിവാഹത്തിന് എല്ലാവരും പോകണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്.
നീ എന്താ പുറത്തോട്ടൊന്നും ഇറങ്ങാതെ മുറിയിൽ തന്നെ ഇരിക്കുന്നേ? എനിക്കാരെയും ഫേസ് ചെയ്യാൻ വയ്യ എടുത്തി. നാളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ വിവാഹത്തിന് തയ്യാറാവണോ, അതോ ഈ രാത്രി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണോ? നീ എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല. നിന്റെ കൂടപ്പിറപ്പായ സച്ചിദാനന്ദനെ നിനക്ക് വിശ്വസിച്ചൂടെ? നിനക്കിഷ്ടമല്ലാതെ നീ ഒരിക്കലും അനഘയുടെ കഴുത്തിൽ താലി കെട്ടില്ല. ഇത് നിന്റെ ഏട്ടത്തെ നിനക്ക് തരുന്ന ഉറപ്പാ. നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ആതിരെ നീ വിവാഹം കഴിക്കുന്നത് രണ്ടാമത്തെ കാര്യം. അത് നിന്റെ തീരുമാനോ. ഒരിക്കലും ഞാൻ അതിനെ നിന്നെ നിർബന്ധിക്കുകയില്ല. നിനക്കിഷ്ടമില്ലാത്ത ഈ വിവാഹം എടുത്തി തടഞ്ഞിരിക്കും. അതിന് എന്ത് സംഭവിച്ചാലും ശരി. ആതിരേക്കാളും ആതിര എനിക്ക് തന്ന ഓർമ്മകൾക്കാണ് ഭംഗിയെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഞാൻ ആതിരയുടെ ഓർമ്മകളിൽ ജീവിച്ചോളാം. പറയ് സന്ദീപ്. സന്ദീപ് അല്ലേ ഇത്? അതെ. താനെന്താ എന്റെ കോൾ എടുക്കാത്ത? ചേച്ചിയുടെ ഫോണില് സന്ദീപാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ എടുത്തില്ലേ. സന്ദീപ് കാര്യം പറയേ. നാളെ താൻ അമ്പലത്തിൽ വരില്ലേ? ഇതിന്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. താൻ വരണമെന്ന് ഒന്നുകൂടി പറയാനാ ഞാൻ വിളിച്ചത്. കൺഫർമേഷൻ കോളിന്റെ ആവശ്യമൊന്നുമില്ല സന്ദീപ്. ഞാൻ വരും. അനഘയുടെ കഴുത്തിൽ സന്ദീപ് താലി കിട്ടുന്നത് കാണുകയും ചെയ്യും. ഒരിക്കലുമില്ല. നാളെ വിവാഹം നടക്കില്ലെന്നാ ഏട്ടത്തി പറയുന്നത്. ഏട്ടത്തെയാണോ സന്ദീപിന്റെ കാര്യങ്ങൾ നോക്കുന്നത്? സന്ദീപിനായിട്ട് ഒരഭിപ്രായവും ഇല്ല അല്ലേ? എനിക്കറിയാം, എന്റെ ചേച്ചി ഒന്നും മിണ്ടാതിരുന്ന ഈ വിവാഹം നടക്കും. ഈ വിവാഹം നടക്കുന്നതിനേക്കാൾ എനിക്ക് വിഷമം ഞാൻ സ്നേഹിച്ചിരുന്നത് നിന്നെയാണല്ലോ എന്ന് ഓർത്ത. നീ ചങ്കൂറ്റം കാണിക്കുമെന്ന് കരുതിയെടുത്തെല്ലാം നീ തികഞ്ഞ പരാജയമായിരുന്നു. ഞാനായിട്ട് തെരഞ്ഞു പിടിച്ച് സ്നേഹിച്ചത് നിന്നെ ആയതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നാളെ ഞാൻ വരണമെന്നല്ലേ സന്ദീപിന്റെ ആവശ്യം? ഞാൻ വരും. ഇനി കൂടുതലൊന്നും പറയാനില്ല എനിക്ക്, കേൾക്കാനും. ഇനി ചിലപ്പോ നമ്മൾ സംസാരിക്കോ ഇല്ലയോന്ന് എനിക്കറിയില്ല. നാളെ ഈ സമയം സന്ദീപ് മറ്റൊരു പെണ്ണിന്റെ ഭർത്താവ് അല്ലെങ്കിൽ അപ്പ നോക്കാം ബാക്കി. സച്ചേട്ടൻ കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. അർച്ചന, എനിക്ക് നല്ല ടെൻഷനുണ്ട്. നാളെ ഇപ്പൊ എന്താ സംഭവിക്കാന്ന് ഓർക്കുമ്പോ കൈയും കാലും വരയ്ക്കുക. എന്തിന്? നാളെ എന്ത് സംഭവിക്കാന്ന്? സച്ചേട്ടനോട് എല്ലാം ഞാൻ പറഞ്ഞല്ലേ? പറഞ്ഞു, പക്ഷേ തന്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഇനിയെങ്കിലും പറയ്, താൻ എന്താ ഉദ്ദേശിക്കുന്നേ? ചില ഉദ്ദേശങ്ങൾ മാത്രമേ എനിക്കുള്ളൂ സച്ചേട്ടാ.
നടത്തി തരേണ്ടത് ഈശ്വരന്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത അതാ. തനിക്കും വ്യക്തമായി അറിയില്ല എന്താ നടക്കാൻ പോകുന്നതെന്ന്. കൈവിട്ട കളിക്കൊടുവില് ഈ വിവാഹം നടന്നാൽ എന്റെ അനിയൻ എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഉറപ്പാ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ചില കൈവിട്ട കളികൾ കളിക്കണം സച്ചേട്ട. അത് അനുകൂലമായോ പ്രതികൂലമായോ ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കും. നന്മയും തിന്മയും മത്സരിക്കുന്നിടത്ത് ഒരിക്കലും തിന്മ ജയിക്കില്ല. നമ്മുടേത് സന്ദീപിനും ആദരിക്കും ഒരു ജീവിതം നേടിക്കൊടുക്കാനുള്ള പോരാട്ടം. എനിക്ക് സച്ചേട്ടനോട് ഒരു അപേക്ഷയുള്ളത്, ഞാൻ കരുതുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ എനിക്ക് മറ്റൊരു തീരുമാനം ഉടനെ എടുക്കേണ്ടി വരും. അതില് ആരൊക്കെ വേദനിക്കുമെന്ന് ഞാൻ നോക്കിയെന്ന് വരില്ല. എന്റെ മുമ്പില് ഇത് മുടക്കാന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വേണ്ടപ്പെട്ടവരെ വേദനിക്കുമ്പോൾ സച്ചേട്ടൻ എന്നെ കുറ്റപ്പെടുത്തരുത്. ചിലപ്പോ എല്ലാം കലങ്ങി തെളിയുന്ന ദിവസവും നാളെയായിരിക്കും. എന്തു തന്നെ ആയാലും നാളെ നെല്ലിശ്ശേരിക്ക് നല്ലൊരു ദിവസം ആവില്ല. താൻ ഉദ്ദേശിച്ച പോലെ നടന്നില്ലെങ്കിൽ എല്ലാം എല്ലാവരോടും പറയുന്നതാണോ താനിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം? അതെ. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നമുക്കിത് സന്ദീപിനോ ആദരിക്കും നേടിക്കൊടുക്കാനാവില്ല സച്ചേട്ടാ. ഈ എതിർപ്പ് പറയുന്നവരെല്ലാം നാളെ ഒരു സമയം സന്ദീപിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒരു നെടുവീർപ്പിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാത്തവരാ. ജീവിക്കേണ്ടത് സന്ദീപ. ഇഷ്ടവും അവൻ്റേത് തന്നെയാ. അവൻ അവന്റെ ജീവിതം ജീവിക്കുമ്പോൾ ഒരു തരത്തിലും അത് അവനൊരു ബാധ്യതയാവരുത്. എന്റെ സച്ചേട്ടന്റെ ജീവിതം തന്നെയാ അതിന് ഏറ്റവും വലിയ ഉദാഹരണം. നമ്മളെ വിവാഹത്തിന് നിർബന്ധിച്ചവരാരും നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്നു പോലുമില്ല. അങ്ങനെ ഒരു സ്വകാര്യ പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ വരരുത്. അതിന് ഏതു മാർഗം സ്വീകരിച്ചും ഞാൻ ലക്ഷ്യത്തിലെത്തും. അതിനിടയിൽ ആരുടെയും മുഖം ഞാൻ നോക്കുന്നില്ല. ഈ വിവാഹം നടക്കില്ല സച്ചേട്ടാ. സച്ചേട്ടൻ എന്നെ വിശ്വസിക്കാം. നീ ഭക്ഷണം എടുത്ത് വയ്ക്കാം. കഴിച്ച് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോ സച്ചേട്ടൻ. ബാക്കിയെല്ലാം എൻ്റെ ജോലിയാ. ആഹാ, ഒരുക്കതുവരെ കഴിഞ്ഞില്ലേ? ഇനി മതി. ബാക്കിയൊക്കെ അമ്പലത്തിൽ ചെന്നിട്ടാവാം മോളെ. ചേച്ചി, നിന്റെ വിവാഹം ചേച്ചിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ഇങ്ങനൊന്നും ആയിരുന്നില്ല ഞാൻ തീരുമാനിച്ചിരുന്നത്. അത് സാരല്ല ചേച്ചി. അല്ലെങ്കിലും ആർഭാടത്തിലൊക്കെ എന്തിരിക്കുന്നു? സന്ദീപിനെ എനിക്ക് കിട്ടുക എന്നുള്ളതല്ലേ പ്രധാനം. ഞാൻ ഇതിനെല്ലാം കടപ്പെട്ടിരിക്കുന്നത് ചേച്ചിയോടാ. രക്തബന്ധത്തിൽ കടപ്പാടിന്റെ കണക്കിന് പ്രസക്തി ഇല്ല മോളെ. അതെന്റെ ഉത്തരവാദിത്തം കൂടെ അല്ലേ. നിന്നെ ഈ വേഷത്തിൽ കാണാൻ കുറെ ആഗ്രഹിച്ചതാ ഞാൻ. കല്യാണ സാരിയില് നിന്നെ ഇങ്ങനെ കാണുന്ന എനിക്ക് സന്തോഷം. ഒരു വധുവെന്ന രീതിയില് എന്നെ ഇപ്പൊ കാണാൻ എങ്ങനെയുണ്ട്? അത് ചേച്ചി പറഞ്ഞില്ലല്ലോ. അതിലിപ്പോ പറയാൻ എന്തിരിക്കുന്നു? എന്റെ മോള് സുന്ദരിയല്ലേ? ശരിക്കും? ശരിക്കും. അതിനേക്കാളും ഒരു പെണ്ണിന്റെ സൗന്ദര്യം അവളുടെ മനസ്സിലെ സ്നേഹവും നന്മയാ. അങ്ങനെ നോക്കുമ്പോ ആതിരേക്കാളൊക്കെ എത്രയോ മുകളിലാ നിന്റെ സ്ഥാനം. ഇന്ന് നിനക്ക് സന്ദീപ് സ്വന്താവുന്ന ദിവസാ. അതിന്റെ സന്തോഷം നിന്റെ അഴകിലും പ്രകടമായി തന്നെ ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ സന്തോഷ ചേച്ചി. ആ സന്തോഷം മുഖത്ത് പ്രതിഫലിക്കുമ്പോഴും
ഉള്ളിലൊരു നെരിപ്പോടെ എരിയുന്നുണ്ട്. എന്റെ വിവാഹം മുടക്കുമെന്നൊക്കെ പറഞ്ഞ് ചിലര് നടപ്പില്ല ഇവിടെ. എന്തെങ്കിലും കാരണം കൊണ്ട് വിധി അവർക്ക് അനുകൂലമായ തീർന്നില്ലേ ചേച്ചിയെല്ലാം? നിന്റെ വിവാഹം തീരുമാനിച്ചതും നടത്തുന്നതും നെല്ലിശ്ശേരിയിലെ നിന്റെ ചേച്ചി അവന്തികയാ. അത് മുടക്കുംന്ന് പറഞ്ഞത് വൃന്ദാവനം വീട്ടിലെ അർച്ചനെ. ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ വ്യത്യാസം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ ചേച്ചി. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറയുന്ന പോലെ അവസാന നിമിഷം എന്തെങ്കിലും സംഭവിച്ചാലോ? ഒന്നും സംഭവിക്കില്ല. അഷ്ടനാഗമായി നിന്റെ ചേച്ചി പത്തി വിടർത്തി നിൽക്കുന്നിടത്തേക്ക് ഒരു നീർക്കോലി പോലും വരാൻ പോകുന്നില്ല. നീ നിന്റെ ചേച്ചിയെ വിശ്വസിക്കുമോളെ? വിശ്വാസം തന്നെയാ ചേച്ചി. ആതിരയെന്ന് പറയുന്നവളെ കണ്ട സന്ദീപ് എല്ലാവരോടും തുറന്നു പറയുന്ന എന്റെ ഒരു പേടി. അതിന് ആതിരയെന്ന് വരില്ലല്ലോ. നീ പേടിക്കണ്ട, അവളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ അഭാവം ബന്ധുക്കൾ നിമിത്തമാകുമ്പോ അത് നമ്മളെ ബാധിക്കില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഈ വിവാഹം നടക്കുന്നതിന് തടസ്സമായി നിന്നെ എല്ലാം മാറ്റിയിട്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. പിന്നെ അർച്ചന, അതൊരു തടസ്സമായിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. നമ്മുടെ വഴിയിൽ എവിടെയെങ്കിലും അവള് തടസ്സമായിട്ട് വന്ന് നിന്നാ പുറംകാലിന് ചെറിയൊരടി, അവക്കതിന്റെ ആവശ്യമുള്ളൂ. നിന്റെ അങ്ങോട്ടുള്ള ജീവിതം വരെ എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചിട്ടാ ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് വിവാഹം കഴിഞ്ഞ ഉടനെ നിങ്ങൾ രണ്ടുപേരും ഒരു യാത്ര ചെയ്യണം, ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്തേക്ക്. നിങ്ങൾ മധുവിധം ആഘോഷിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സന്ദീപ് നിന്റേത് മാത്രമായി മാറിയിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾക്കൊരു കുഞ്ഞ്, നെല്ലിശ്ശേരിയുടെ മുഴുവൻ സമ്പാദ്യത്തിനും അവകാശിയായി മാറേണ്ട കുഞ്ഞ്. 27 നക്ഷത്രത്തിൽ ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ആ കുഞ്ഞിന് രാജയോഗ. കുഞ്ഞിന്റെ ജനനത്തോടുകൂടി സേതുമാധവന് സമാധി. പിന്നെ 7-ാം പക്കം കഴിഞ്ഞ് അവന്തികയുടെ പട്ടാഭിഷേകം. സേതുമാധവന്റെ കിരീടം വെച്ച് എന്റെ സിംഹാസനാരോഹണം. പിന്നീട് അങ്ങോട്ട് ഭരിക്കുന്നതും മുടിക്കുന്നതും ഞാനും നീയും. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾക്ക് ആര് തടസ്സമായി നിന്നാലും മരണമാണ് അവരുടെ ശിക്ഷ. നമ്മുടെ കഥയുടെ ആദ്യത്തെ അധ്യായമാ നിന്റെ ഈ വിവാഹം. അതുകൊണ്ട് ഏത് വിധേനയും ഞാനിത് നടത്തും. ഇത് മുടങ്ങിയ നിന്റെ ചേച്ചി മരിച്ചതായി കണക്കാക്കിയാൽ മതി. നാളെ ഈ സമയം സന്ദീപ് മറ്റൊരു പെണ്ണിന്റെ ഭർത്താവ് അല്ലെങ്കിൽ അപ്പ നോക്കാം ബാക്കി. സന്ദീപേ, നീ ഇങ്ങനെ ഇരുന്ന എങ്ങനെയാ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഏട്ടാ? എനിക്ക് വയ്യ ഒന്നിനും. ദേ, നിന്റെ മാനസികാവസ്ഥ ഏട്ടന് മനസ്സിലാവും. നിന്റെ മനസ്സിലുള്ളത് പുറത്തു കാണിക്കേണ്ട സമയമല്ലത്. നീ ഇങ്ങനെ ഇരുന്ന എല്ലാവർക്കും സംശയമാവും. ഇങ്ങനെ എല്ലാവരും നോക്കിയിരുന്ന കാര്യങ്ങൾ ഇത്രയായത്. എന്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് വരെ വേറെ ആൾക്കാരാ. ഇത് ഇത്ര ആയതിന് നിന്റെ ഭാഗത്തും തെറ്റില്ലേ? ഇങ്ങനൊരു ബന്ധം ഉണ്ടായപ്പോ തന്നെ നിനക്കത് ആരോടെങ്കിലും പറയായിരുന്നില്ലേ? ഇപ്പൊ അറിഞ്ഞവരൊക്കെ എങ്ങനെ അറിഞ്ഞത്? നീ പറഞ്ഞിട്ടാണോ? എടാ, നിനക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായാല് അവളെ വിവാഹം കഴിക്കാൻ പല വഴികളുമുണ്ട്. വീട്ടുകാർ സമ്മതിച്ചിട്ടല്ല എല്ലാ വിവാഹവും നടക്കുന്നത്. ആതിരെ വൃന്ദാവനത്തിൽ നിന്ന് വിളിച്ചിറക്കി നിന്റെ മുമ്പിൽ നിർത്തിത്തരാൻ നിന്റെ ഈ ചേട്ടന് കഴിയാത്തോണ്ടല്ല. അങ്ങനെ ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാലോ. എന്നെ നിന്നെ വളർത്തി വലുതാക്കിയൊരു വലിയ മനുഷ്യനുണ്ട് ഈ വീട്ടില്. നെല്ലിശ്ശേരി സേതുമാധവൻ എന്ന നമ്മുടെ അച്ഛൻ.
അച്ഛൻ്റെ സർജറി കഴിഞ്ഞ ശേഷം ഡോക്ടർ എന്നോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ആ മനസ്സ് നോവിക്കുന്ന ഒന്നും ചെയ്യരുതെന്ന്. ഒരു കുഞ്ഞിനെ സ്നേഹിച്ച് പരിപാലിക്കുന്ന പോലെ അച്ഛനെ നോക്കണമെന്ന്. നമ്മൾ ആരെങ്കിലും ഇതേവരെ അച്ഛൻ്റെ സന്തോഷം എന്താണെന്ന് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, അത് നമുക്കും അറിയില്ല. അതുകൊണ്ടാ അച്ഛൻ ഓരോന്ന് തീരുമാനിക്കുമ്പോൾ സന്തോഷത്തിന് പകരം നമുക്കത് വേദനയായിട്ട് മാറുന്നത്. നിന്റെ ഇതേ അവസ്ഥയിൽ ഞാൻ നിന്നിട്ടുണ്ട്. അന്ന് ഹോസ്പിറ്റൽ വരാന്തയിൽ അന്ന് ചങ്കുപൊട്ടി കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിലിനൊടുവിൽ അന്ന് ഞാനെടുത്ത ശക്തമായ തീരുമാനം നിന്റെ ഏടത്തി. എന്റെ ജീവിതം അതേപടി പകർത്തുന്നതാവരുത് നിന്റെ ജീവിതം. ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല, എനിക്ക് ഉറപ്പാത്. അർച്ചനയുടെ വാക്ക നിനക്ക് ഞാൻ തരുന്ന ഉറപ്പ്. അവളിത് മുടക്കും. ഏട്ടാ, ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. അതിനിടയിൽ എന്ത് അത്ഭുതം നടക്കുന്നെന്ന് ഏട്ടനും ഏട്ടത്തി പറയുന്നത്? നിനക്ക് നിന്റെ ഏട്ടത്തെ വിശ്വാസമില്ലെങ്കിലും എനിക്ക് എൻ്റെ ഭാര്യ വിശ്വാസം. ആ വിശ്വാസം നിനക്ക് നിന്റെ ഈ ഏട്ടനോട് ഉണ്ടാവണം. ദാ പിടിക്ക.